ഇത് വിഗ്രഹമല്ലയോ സാറേ? വിഗ്രഹമല്ലേ? അതിനകത്ത് പിടുത്തത്തില്ല. നമ്മുടെ പള്ളിക്കൽ ഏലപ്പുറം സർപ്പക്കാവിൽ കഴിഞ്ഞ 22/12 രാത്രി സാമൂഹ്യ വിരുദ്ധർ കയറി അവിടുത്തെ പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ നശിപ്പിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പ്രതിയെ നമ്മൾ കഴിഞ്ഞ ദിവസം പിടിച്ചിട്ടുണ്ട്. രഘു എന്നാണ് പേര്. അപ്പം അതിനടുത്ത് തന്നെ താമസിക്കുന്ന ആളാണ്. അപ്പം ഇതിൽ പോലീസിൻ്റെ കൃത്യമായ ഇടപെടലുകൾ അതിനകത്ത് പ്രതിയെ പിടിക്കുന്നതിൽ നമ്മൾ ബഹുമാനപ്പെട്ട DYSP ചെയ്ത നിർദ്ദേശപ്രകാരം, മുകേഷ് സാറിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. CA ജ്യേഷ്ഠ സാറ് അദ്ദേഹത്തിന് ടീമിൻ്റെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ തരിക, അതിനനുസരിച്ച് പ്രവർത്തിച്ച് പ്രതിയിലേക്ക് എത്താനുണ്ടായിരുന്നു. അവിടുത്തെ സംശയമുള്ള ആൾക്കാരോടെല്ലാം നമുക്കൊരു CCTV വിഷ്വൽസ് കിട്ടിയിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വിഷ്വലിൽ കണ്ട ആളെ നമ്മൾ ഏകദേശം ആ തരത്തിലുള്ള ആൾക്കാരെല്ലാം നമ്മൾ വെരിഫൈ ഉണ്ടായി. അവരുടെ ഫിംഗർ പ്രിൻ്റ് പരിശോധിച്ചു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സംശയമുള്ള ആൾക്കാരെല്ലാം വെരിഫൈ ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്തതിൽ ആദ്യ റൗണ്ട് എല്ലാവരെയും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് ഫിംഗർ പ്രിൻ്റ് കിട്ടു. അപ്പോൾ രണ്ടാം ഘട്ടത്തിൻ്റെ ഇതിലേക്ക് വന്നപ്പോഴാണ് നമ്മൾ കൂടുതൽ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹം ഈ പറയുന്ന പ്രതി കുറ്റം സമ്മതിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അത് പുള്ളി ആദ്യം മധുരേരിയിൽ ചെയ്തതെന്നൊക്കെയാണ് പറയുന്നത്. എന്നാലും ഇവർ കമ്മിറ്റിക്കാരുമായിട്ട് വിഷയം ഉണ്ടായിരുന്നു. പുള്ളിയുടെയും ഈ കമ്മിറ്റി അംഗമായിരുന്നു. അപ്പോൾ പുള്ളി ഇതിനകത്ത് പ്രതി എന്ന് പറയുന്ന ആളെ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തിയിലേക്ക് പുള്ളി ചെയ്യാനുണ്ടായ സാഹചര്യം അതാണ്. അത് നമ്മൾ റിക്കവറിയുടെ ഭാഗമായിട്ട് എടുത്തിട്ടുണ്ട്. പുള്ളി പറഞ്ഞനുസരിച്ചിട്ട് സമീപമുള്ളൊരു കിണറ്റിലാണ് ഈ വിഗ്രഹം അതിനടുത്ത് കൊണ്ടിട്ടുന്നത്. അപ്പോൾ അത് റിക്കവർ ചെയ്തെടുത്തിട്ടുണ്ട്. CCTVയിൽ നമുക്ക് നമ്മുടെ പ്രാഥമികമായിട്ട് നമ്മൾ ഈ കൃത്യം നടന്ന അന്ന് തന്നെ നമുക്ക് CCTV വിഷ്വൽസ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ നമുക്ക് ഏകദേശം ആളുടെ ഒരു രൂപം അന്ന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാലിന് ചെറിയ പ്രശ്നം, ഒരു വളവ് പോലെയുള്ള ഒരാളുടെ. അപ്പം അതിലേക്ക് നമ്മൾ ഇയാൾ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ആദ്യഘട്ടം എന്ന നിലയിൽ എല്ലാവരെയും ക്വസ്റ്റ്യൻ ചെയ്തത്. രണ്ടാം ഘട്ടം കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴത്തേക്കാണ് ആൾ കൺഫ്യൂസ് ചെയ്തത്. ഇതിനകത്ത് നമ്മൾ ഈ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിൽ ആരാധനാലയങ്ങൾ അതിക്രമിച്ച് കയറി അവിടെ അത്തരത്തിലുള്ള ഒഫൻസ്